നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഒരു കാലം വരും, ആണ് പെണ്ണാവുന്ന കാലം വരും, പെണ്ണ് ആണാവുന്ന കാലം വരും. അൽ മുതശബ്ബിഹാതു മിനൻ നിസാഇ ബിർരിജാൽ വൽ മുതശബ്ബിഹൂന മിനർ റിജാലി ബിന്നിസാ. അല്ലാഹു റസൂൽ പറഞ്ഞതാ, ഇതൊക്കെ സംഭവിക്കുമല്ലോ, ലോകാവസാനത്തിന് അടയാളാണ്. ബാംഗ്ലൂരിൽ പോയാൽ മതി, 90,000 റുപ്യ ഉള്ളൂ. ആണിനെ പെണ്ണാക്കി തരും, പെണ്ണിനെ ആണാക്കി തരും. ആർക്കുള്ള ആവശ്യമുണ്ടോ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി, നമ്പർ തരാം. പോയവരുടെ കാർഗുസാരി കേട്ടിട്ടുണ്ടാക്കള്, പോയവരുടെ കാർഗുസാരി പോയൊരു ഭയങ്കര രസമാണ് പറഞ്ഞത്. പെടുക്കാൻ പറ്റുന്നില്ല ദേവിയത്, നിങ്ങളാരും ഇങ്ങനെ ചെയ്തേക്കല്ല, എൻ്റെ ഗതികേട് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ്, എനിക്കിപ്പോൾ മൂത്രമൊഴിക്കാൻ പറ്റാതെ ഞാൻ വലിയ വിഷമത്തിലാണ്. മൂത്രമൊഴിക്കാൻ പറ്റുന്നില്ല. അള്ള ഉണ്ടാക്കി കൊടുത്ത ഒറിജിനൽ സാധനം എടുത്ത് കളഞ്ഞിട്ട് ഡൂപ്പിളി വെച്ചാൽ എങ്ങനെ ഇരിക്കും? എടുക്കാൻ പറ്റുമോ? ഒരു സിനിമാ നടി കടന്ന് പറയുന്നത് കേട്ടിട്ടില്ല, പേരൊന്നും ഞാൻ പറയുന്നില്ല, ഇനി ഇവിടെ ഇരുന്നെങ്ങാനും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതെല്ലാം ഞങ്ങളെ അപേക്ഷിച്ചിടത്തോളം ഇതൊക്കെ പഠിച്ചു വെച്ചെങ്കിലേ പ്രസംഗിക്കാൻ പറ്റുള്ളൂ. അവളെ 2 ഓപ്പറേഷൻ ചെയ്ത്, എന്നിട്ട് എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ ആരാധകരെ, എനിക്ക് പെടുക്കാൻ കഴിയുന്നില്ല, നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണമെന്ന്. പ്രാർത്ഥിച്ചാൽ വരുന്ന സാധനമാണോ മൂത്രം? പ്രാർത്ഥിച്ചാൽ മൂത്രം വരുമോ? നിങ്ങളുടെ അടുത്ത് വരാൻ ആവശ്യമില്ലാത്ത സാധനം എല്ലാം കൂടെ കൊണ്ടുപോയിട്ട് എല്ലാം അടച്ച് പൂട്ടിക്കെട്ടി വെച്ചിട്ട് വല്ല ആവശ്യമുണ്ടോ? പടച്ചവൻ കൊടുത്ത സാധനം അത് അങ്ങനെ തന്നെ വെക്കണം. അതാണ് ഫിത്രത്ത് അല്ലാഹില്ലതി ഫതറന്നാസ അലൈഹ ലാ തബ്ദീല ലിഖലിമത്തില്ലാ ലാ തബ്ദീല ലിഖൽഖില്ലാ ലാ തബ്ദീല ലിഖൽഖില്ലാ. ഇത് ഇങ്ങനെ ചെയ്തിട്ട് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എന്തിനാ കുഴപ്പം? അള്ളാഹു നമുക്ക് ചെയ്ത നിഅമത്ത്. കൊല്ലം ജില്ലയിൽ ഒരു മുസ്ലിയാർ പെണ്ണായി, കൊല്ലം ജില്ലയിൽ, യൂട്യൂബിൽ അടിച്ചാൽ കാണും. ഏത് സ്ഥലത്തൊന്നും ഞാൻ പറയുന്നില്ല, സ്ഥലമൊക്കെ എനിക്കറിയാം. കൊല്ലം ജില്ലയിൽ, നമ്മുടെ ജില്ലയാ. മുസ്ലിയാരാ. സംഭവം എങ്ങനെ ഇതാവുന്ന നല്ല രസമുണ്ട് കാണാൻ. ഇവന്റെ പഴയ കോലം കണ്ട ഇവൻ ഒരു പള്ളിയിലെ മോദീന, ഇവനെ ഒരു കാശിനും കൊണ്ടുപോലായിരുന്നു. ഈ സാങ്ക മാറിയപ്പോഴത്തേക്ക് എങ്ങനെ ഇപ്പൊ ഈ പെണ്ണ് ഈ കോലാവുന്ന അള്ളാഹു അല്ല. ഇടയ്ക്കിടയ്ക്ക് അവ ഇങ്ങനെ വാർത്താ മാധ്യമങ്ങൾക്ക് നിൽക്കുന്തോറും ഈ തലയിലത്തെ തുണി ഇങ്ങനെ പോകും, പിന്നെ എടുത്തിടും. പെണ്ണുങ്ങളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ, ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ്. എന്നിട്ട് അവൻ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയതാ, ഇനി നിങ്ങളൊന്നും അങ്ങനെ ചെയ്യല് കേട്ടോ, നിങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല, ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, ഗതിയില്ല, എനിക്ക് വലിയ വിഷമത്തിലാണ്, നിങ്ങളൊന്നും അങ്ങനെ ചെയ്യല് കേട്ടോ. ചാന്ത് പൊട്ട് അവസ്ഥ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ നമ്മുടെ മക്കളെയൊക്കെ, അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തിരക്ഷിക്കട്ടെ. കാസർഗോഡ് 2 കുട്ടികൾ വാപ്പാവും അടുത്തൊക്കെ വിളിച്ച് പറയുന്ന രംഗം ഒക്കെ എൻ്റെ ഓഡിയോ ക്ലിപ്പും വോയിസ് ക്ലിപ്പൊക്കെ ഉണ്ട്. എന്തിനാ സുഹൃത്തെ ഇതിൻ്റെയൊക്കെ ആവശ്യം? അള്ളാഹു നമുക്ക് ആണിനെയും പെണ്ണിനെയും ഈ ദുനിയാവിൽ അള്ളാഹു സൃഷ്ടിച്ചു. ഒരിക്കലും ആണ് പെണ്ണാവുകയില്ല, ഒരിക്കലും പെണ്ണ് ആണാവുകയില്ല, ഒരിക്കലും ആവൂല, ഒരു കാരണവശാലാവൂല. അതുകൊണ്ട് അല്ലാഹു ഖുർആനിൽ പറഞ്ഞ വാക്കല്ലേ, അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ. നമുക്ക് ഇണ എന്ന് പറയുന്നത് പെണ്ണായിരിക്കണം, എന്നാലേ നമുക്ക് അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പെണ്ണുങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സ്വഭാവം അല്ല ആണുങ്ങൾക്ക് നൽകിയത്. പെണ്ണുങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല സ്നേഹം അവർക്ക് അല്ലാഹു നൽകിയിട്ടുണ്ട്, കാരുണ്യം അവർക്ക് നൽകിയിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത നിഅമത്താണ് സ്നേഹവും കാരുണ്യവും. അധികം പെണ്ണുങ്ങളിലുണ്ട്. അതുകൊണ്ടാണ് ഈ പെണ്ണുങ്ങളുടെ മുന്നിൽ പോയിട്ട് നമ്മൾ ഒലിപ്പിച്ച് 2 വർത്താനം പറഞ്ഞ അവളങ്ങ് വീഴും. കൂടുതലും പെണ്ണുങ്ങൾ വീഴുന്നത് അങ്ങനെയാണ്. എടി നീ അല്ലാതെ എനിക്ക് ആരുമില്ല, സത്യമായിട്ട് പ്ലീസ് എൻ്റെ ചക്കര പൊന്ന് തങ്കക്കൊടൽ, നിന്നെ ഞാൻ വിടൂലടി. അല്ലോ ഇതെല്ലാം കേൾക്കുമ്പോൾ ഓളങ്ങ് കബൂലായി. ഇങ്ങനെ ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല, വളച്ചോൻ എന്തായാലും സ്നേഹം. ഇവൻ കൊണ്ടുവന്നിട്ട് അച്ചാർ ടേസ്റ്റ് ചെയ്തിട്ട് യാ അല്ലാഹ് മഅസലാം എന്നെ ബ്ലോക്ക് ആക്കി വെക്കും. പിന്നെ വിളിച്ചാൽ ഇന്ന റഖമല്ലദി തലബ്തഹു ഗൈറു മൗജൂദ്, നീ വിളിക്കുന്ന ഒരു സാധനം ഇങ്ങനെ ഇല്ല ഈ നമ്പർ. സംഭവം കഴിഞ്ഞില്ലേ? പോയി എടുത്ത് ചാടുന്ന അങ്ങനെയല്ലേ പെണ്ണുങ്ങള്. എന്തിനാ ഈ സ്നേഹിക്കുന്നത്? ഈ സ്നേഹം എന്ന് പറയുന്നത് ശരീരത്തിന് വേണ്ടിയിട്ടാണ്. ശരീരം കിട്ടിയോ യാ അല്ലാഹ് മഅസലാമ ഖലാസ്. ശരീരം കൊടുക്കാതെ സ്നേഹിച്ചു നോക്ക്. അവൻ നിന്റെ പിന്നാലെ ഇങ്ങനെ ഹിജ്റ ചെയ്ത് സഈ ചെയ്ത് തവാഫ് ചെയ്ത് ഹജറുൽ അസ്വദ് മുത്താൻ വേണ്ടി കൊതിച്ചു നടക്കും. ഹജറുൽ അസ്വദ് എന്ന് മുത്തിയോ തീർന്നു നെയ്യാട്ടുള്ള ഇടപാട് കൊണ്ട്. ഒരു കാരണവശാലും ഹജറുൽ അസ്വദ് മുത്താൻ കൊടുക്കരുത്. മുത്താൻ കൊടുത്തു കഴിഞ്ഞാൽ സംഭവം തീർന്നു. അങ്ങനല്ലേ നമ്മൾ ഹജറുൽ അസ്വദ് മുത്താനല്ലേ അവിടെ കിടന്ന് എന്താ തിടുക്കം കൂട്ടും? എൻ്റെ അവസ്ഥ ശരിയല്ലേ? ഞാൻ തമാശക്കാണെങ്കിലും കാര്യമാണ് പറയുന്നത്. ഒരാവശ്യം കഴിഞ്ഞാൽ തീർന്നു, പിന്നെ അവളെ തിരിഞ്ഞു പോലും നോക്കൂല. അതാണ് അവസ്ഥ, അങ്ങനെയാണ്. അതുകൊണ്ട് അവസ്ഥ അള്ളാഹു നമ്മുടെ മക്കളെല്ലാം കാത്തിരക്ഷിക്കട്ടെ. എല്ലാവരെയും അല്ലാഹു തആല കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തിരക്ഷിക്കുമാറാകട്ടെ.
അതുകൊണ്ട് ഇസ്ലാമിക വൈവാഹിക ജീവിതം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അത് ആണ് പെണ്ണിനെ കെട്ടണം എന്നുള്ളതാണ്. അതാണ് അതിന്റെ അർത്ഥം. അല്ല പെണ്ണ് പോയി പെണ്ണിനെ കെട്ടല്ല. ഖുർആൻ പറഞ്ഞ വാക്കല്ലേ, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ കണ്ടോ, വീടിന് അറബിയിൽ മസ്കൻ എന്നാ പറയാ. മസ്കൻ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് സമാധാനം കിട്ടണം. വീടെന്ന് പറഞ്ഞാല് നമ്മൾ എവിടെ യാത്ര ചെയ്താലും പെട്ടെന്ന് ഭാര്യ എടുത്ത് വരുമ്പോഴാണ് നമുക്ക് സമാധാനം കിട്ടുക. വീട്ടിൽ വന്ന് കിടന്നാലേ നമുക്ക് സമാധാനം കിട്ടുള്ളൂ. അതിനാണ് സുക്കൂനത്ത്. സക്കീന എന്നൊക്കെ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയാണ്, സമാധാനം കിട്ടും. നമ്മുടെ നാട്ടിലെ സക്കീന അല്ല, അല്ലോ അവിടെ പോയാൽ തീർന്നു നമ്മുടെ ഇടപാട്. ആ സക്കീനയുടെ കാര്യമല്ല, സുക്കൂനത്ത് സമാധാനം കിട്ടണം. അതാണ് ഖുർആൻ പറഞ്ഞ വാക്ക്. അതുകൊണ്ടല്ല, അത് പെണ്ണുങ്ങളെ കൊണ്ടേ നമ്മളെ സമാധാനിപ്പിക്കാൻ പറ്റൂ. നമുക്കൊരു ടെൻഷൻ വരുമ്പോ നമ്മളെ സമാധാനിപ്പിക്കുന്നത് അവളായിരിക്കണം. അതാണ് പെണ്ണ്, അതാണ് ഭാര്യ. ഹോസ്പിറ്റലിലൊക്കെ നേഴ്സുമാരെ വെച്ച് എന്തിനാ? ഇന്ന് ഫീമെയിൽ നേഴ്സ് ഉണ്ട്, മെയിൽ നേഴ്സ് ഉണ്ട്. രണ്ടുപേരും ഇഞ്ചക്ഷൻ വെക്കുന്ന വ്യത്യാസമുണ്ട്. ആണ് വെക്കുന്ന ഇഞ്ചക്ഷന് വ്യത്യാസമുണ്ട്, പെണ്ണ് വെക്കുന്ന ഇഞ്ചക്ഷന് വ്യത്യാസമുണ്ട്. ആണുങ്ങൾ ഇഞ്ചക്ഷൻ കൊണ്ട് ഇങ്ങനെ വരും, തിരിഞ്ഞു പടച്ചവനെ പോത്തിന് ഇനിമ വെക്കുന്ന പോലെ ഒറ്റ കേറ്റ സൂചി ഒടിഞ്ഞ് അകത്തിരുന്നായിരുന്നു. ചേട്ടാ ഇച്ചിരി എടാ പോടെ, ഒരുപാട് പേര് ക്യൂ നിൽക്കുന്നു, നീ അങ്ങോട്ട് തിരിഞ്ഞടി. ഇയാളെ ചേട്ടാ സമയമില്ല, ഇവിടെ സമയമില്ല. മറ്റേ താത്ത വരുമ്പോ, നേഴ്സ് വരുമ്പോ, അവള് വരുമ്പോ ചേച്ചി ഇല്ല പേടിക്കണ്ട, ചെറിയൊരു ഉറുമ്പ് നോവുന്ന പോലെയുള്ളൂ, ഞാൻ നോക്കാം കേട്ടോ, അങ്ങ് കിടന്നോ. അപ്പച്ചാ കുത്തുവന്നേ. എത്ര സമയം എടുത്ത്? ഇത്രയും സമയം കൊണ്ടാകുമ്പോ 9 പേരെ ഇഞ്ചക്ഷൻ എടുക്കും. മറ്റവൻ 9 പേരെ, ഇത് ഒരാളെ എടുക്കും. അതാണ് പെണ്ണിന്റെ സ്വഭാവം, സമാധാനപ്പെടും. ഖദീജ റളിയല്ലാഹു തആല അന്ന നബിയുനാ റസൂലുള്ളാഹി തങ്ങളുമായുള്ള 25 വർഷ കുടുംബ ജീവിതത്തിൽ എന്തോ ഒരു സന്തോഷമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ മറ്റൊരു വിവാഹം കഴിച്ചിട്ടേ ഇല്ല. ഖദീജ റളിയല്ലാഹു തആലയുടെ വഫാത്തിന് ശേഷമാണ് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ മറ്റൊരു വിവാഹം കഴിച്ചത്. ഖദീജ റളിയല്ലാഹു തആല അൻഹ ബഹുമാനപ്പെട്ട നബി തങ്ങൾക്ക് ജിബ്രീൽ വഹയുമായി വരുമ്പോ ഇന്നാ കടുപ്പമേറിയ ഉത്തരവാദിത്വമായിട്ടാണ് ജിബ്രീൽ ഇറങ്ങി വരുന്നത്. ആകാശ ലോകത്ത് നിന്ന് 550 ചിറകുകളുള്ള ജിബ്രീൽ ഇറങ്ങി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ പേടിച്ചിട്ട് ഓടിപ്പോയത് മഹദിയായ ഖദീജ ബീവിയുടെ അരികിലാണ്. ആ ഖദീജ ബീവി സാന്ത്വനപ്പെടുത്തി, സമാധാനപ്പെടുത്തി, സമ്മിലൂനി ദസ്സിറൂനി യാ ഖദീജ. മഹദിയായ ഖദീജ റളിയല്ലാഹു തആല നബി തങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് വല്ലാഹി ലാ യുഖ്സീക അല്ലാഹു അബദാ, അല്ലാഹുവാണ് സത്യം, നിങ്ങളെ അല്ലാഹു നിന്ദിക്കൂല കേട്ടോ. അതുകൊണ്ട് ടെൻഷൻ അടിക്കല്ലേ. അതാണ് ഭാര്യ എന്ന് പറഞ്ഞതാണ്. ഒരു ഭർത്താവ് ടെൻഷൻ അടിച്ച് വരുമ്പോ നമ്മളെ ചേർത്ത് പിടിച്ചിട്ട് എന്തിനാ മച്ചാൻ നിങ്ങൾ ടെൻഷൻ അടിക്കുക, നിങ്ങളൊന്നും സമൂറാക്കുക, നിങ്ങൾ പൈസ ആണോ, അത് നമുക്ക് ഒച്ചാൽ എന്റെ കയ്യിൽ വള കിടപ്പുണ്ട്, എടുത്തോണ്ട് വിറ്റോ, നിങ്ങൾ വിഷമിക്കുന്ന എന്തിനാ, ടെൻഷൻ അടിക്കുന്ന എന്തിനാ? അതാണ് ഭാര്യ. ടെൻഷൻ അടിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ദാവൂദ് നബി ചെയ്ത ഒരു ദുആയുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സൗജത്തിൻ തുശയ്യിബുനി ഖബല വഖ്തിൽ മശീബ്. പടച്ചവനെ, ഞാൻ നരയ്ക്കുന്നതിന് മുമ്പ് എന്നെ നരപ്പിക്കുന്ന ഭാര്യയെ നീ എനിക്ക് നൽകല്ലേ അല്ലാഹ്. ചെറുപ്പക്കാർ മൊത്തം നരയ്ക്കുകയാണ്. എനിക്ക് തോന്നുന്നു ടെൻഷൻ അവിടുന്ന് വരുന്നുണ്ടായിരിക്കും. ടെൻഷൻ മൊത്തം അവിടുന്നായിരിക്കും. ഗൾഫിലങ്ങാണ് നിൽക്കുന്ന ഭർത്താവാണെങ്കിൽ ഒരു രക്ഷയില്ല. വിളിയോടെ പാലുകാരന് കൊടുത്തില്ല, കോഴിക്കാരന് കൊടുത്തില്ല, വെണ്ടയ്ക്കാരന് കൊടുത്തില്ല, ചീനിക്കാരന് കൊടുത്തില്ല, വാൻ ഫീസ് കൊടുത്തില്ല, സ്കൂൾ ഫീസ് കൊടുത്തില്ല. അവ അപ്പളെ അടുത്ത മാസം വരായിരുന്നു. ശരി, ഞാൻ ഇനി 2 വർഷം കൂടെ കഴിഞ്ഞിട്ട് വരാം. അതെന്താ അടുത്ത മാസം? എങ്ങനെ വരുന്നത്? ഇത്രയും ഫീസ് കൊടുക്കണ്ടേ? എന്റെ ഫീസ് ഇപ്പൊ ഊരിയിട്ടിരിക്കുകയാണ്. എന്താ സംഭവം? എന്നാൽ ഒരു ഭാര്യ വിളിക്കണം, മച്ചാ നിങ്ങൾക്ക് വേണ്ടതുപോലെ ഖൈർ അവിടെ കിട്ടിയില്ല എങ്കിൽ പോരെ, നമുക്കുള്ളത് കൊണ്ട് സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കാം. അതാണ് യഥാർത്ഥ ഭാര്യ. അങ്ങനെ പറയുന്ന ഭാര്യ ഉണ്ടോ? അതാണ് സുക്കൂനത്ത്. വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ.
നമുക്ക് അവളിൽ ഒരു സാന്ത്വനം ഉണ്ടാകണം, ഒരു സമാധാനം ഉണ്ടാകണം, ഒരു റാഹത്ത് ഉണ്ടാകണം. അതാണ് ഭാര്യ എന്ന് പറഞ്ഞാല്. അല്ല, ഭാര്യയെ കാണുമ്പോൾ ടെൻഷൻ അടിക്കുന്ന ഒരു വീട്ടിൽ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യാൻ? പിന്നെ എന്ത് സന്തോഷമുണ്ടോ? കുടുംബം എന്ന് പറഞ്ഞാൽ കൂടുമ്പോൾ ഉണ്ടാകുന്ന ഇൻപത്തിലാണ് കുടുംബം എന്ന് പറയുക. അതാണ് കുടുംബ ജീവിതം. സന്തോഷം, അതാണ് സന്തോഷം. അതിനാണുള്ള ഭാര്യ നമുക്ക് തന്നത്. അതുകൊണ്ട് പെണ്ണ് പറ്റൂല, ആണ് പറ്റൂല, ആണ് പെണ്ണിനെ കെട്ടണം. അതാണ് അതിന്റെ നിയമം, ഇസ്ലാമിക നിയമം. അതാണ് ആ ഭാര്യയും ഭർത്താവും തമ്മിൽ കൂടിച്ചേരുന്നതിലൂടെ ധാരാളം സ്ത്രീകളെയും പുരുഷന്മാരെയും അള്ളാഹു ലോകത്ത് സമ്മാനിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ്, നിങ്ങൾ ഏതൊരു റബ്ബിനെയാണോ തേടുന്നത്, അന്വേഷിക്കുന്നത്, ആ റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണേ. വൽ അർഹാം, കുടുംബജീവിതത്തെ സൂക്ഷിക്കണേ, കുടുംബ ബന്ധത്തെ സൂക്ഷിക്കണേ. ഭാര്യ ഭർത്തൃബന്ധം നിങ്ങൾ വിച്ഛേദിക്കരുത് കേട്ടോ, അത് പൊട്ടിച്ചു കളയരുത് കേട്ടോ, കുടുംബ ബന്ധം നിങ്ങൾ തകർത്ത് കളയരുത് കേട്ടോ. പരിശുദ്ധ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, കേവലം ഒരു സലാം പറഞ്ഞുകൊണ്ടെങ്കിലും നിങ്ങളുടെ കുടുംബ ബന്ധം ചേർക്കണേ, രൂഢമൂലമാക്കണേ. കാരണം അല്ലാഹുവിന്റെ ദർബാറിൽ രേഖപ്പെടുത്തപ്പെട്ട ബന്ധമാണ് വൈവാഹിക ജീവിതം. ഭർത്താക്കന്മാരെ, ഈ ഭാര്യമാരെ നിങ്ങളിൽ നിന്നെടുക്കുന്ന കരാറുണ്ടല്ലോ, അത് ബലിഷ്ഠമായ കരാറാണ്, ഉടയ്ക്കാൻ പറ്റാത്ത കരാറാണ് കേട്ടോ. ബലിഷ്ഠമായ കരാർ, പൊട്ടിക്കാൻ പറ്റൂല. ഇഷ്ടാനുസരിച്ച് കെട്ടിയിട്ട് ഇഷ്ടാനുസരിച്ച് പൊടി എന്ന് പറയാൻ പറ്റുന്ന നല്ല കല്യാണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ ഭാര്യമാരോട് ഞങ്ങൾക്കുള്ള കടമയും കടപ്പാടും എന്താണ് നബിയേ? എഴുതിക്കോ. ഒന്ന്, നീ ഭക്ഷിച്ചാൽ, നീ കഴിച്ചാൽ നിന്റെ ഭാര്യയ്ക്കും നീ കൊടുക്കണം കേട്ടോ. നീ മാത്രം അൽഫാം കഴിച്ചാ പോരാ, നീ മാത്രം ഷവായ കഴിച്ചാ പോരാ, നീ മാത്രം ഷവർമ കഴിച്ചാ പോരാ. നീ ആ കടയിലിരുന്ന് ഷവായ കഴിക്കുമ്പോ ഭാര്യയ്ക്കൊരു കോള് ചെയ്തിട്ട് ചോദിക്കണം, എടീ ഞാനിവിടെ ഷവായ കഴിക്കുന്നു, നിനക്കും ഒരു പീസ് കൊണ്ടുവരട്ടെ, ചോദിക്കണം. അതാണ് ചോദിക്കണം. ഷാർജ ജ്യൂസ് കുടിക്കുമ്പോ അവളോട് ചോദിക്കണം, എടീ ഞാൻ ഷാർജ ജ്യൂസ് കുടിക്കുന്നു, നിനക്ക് ഒന്ന് കൊണ്ടുവരട്ടെ. പെണ്ണുങ്ങൾ കൂടുതലും വേണ്ടാന്നേ പറയുള്ളൂ. ആരും കൊണ്ടുപോകാം, മച്ച കൊണ്ടുപോകാം, രണ്ടെണ്ണം അടുത്ത് പിടിച്ചു, ഇതൊന്നും ആരും പറയൂല. പെണ്ണുങ്ങൾ വളരെ പാവമാണ്. അവര് പറ്റ പറയും, അതൊന്നും വേണ്ട, മച്ച കുടിച്ചിട്ടോ, മച്ച കഴിച്ചിട്ടോ, ഞാൻ ഇവിടുന്നതിലേക്ക് കുറിച്ചോളാം, നിങ്ങൾ കഴിച്ചിട്ട് വരെ. അതാണ് പെണ്ണുങ്ങള്. നിങ്ങൾ കഴിച്ചിട്ട് വരെ, അല്ല മേടിച്ചോണ്ട് വന്ന് പറയുവോ? പറയുന്ന ഐറ്റങ്ങൾ ഉണ്ട് സംഭവം. നിങ്ങൾ എത്ര കാലം കഴിച്ചു? മച്ച ഒരെണ്ണം, ആ രണ്ടെണ്ണം, 2 പീസ് എനിക്ക് ഇന്ന് രാത്രി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോട് അടിക്കാൻ 2 പീസ്. അങ്ങനല്ലേ പറയും, പറഞ്ഞോട്ടെ, എന്നാലും കൊണ്ട് കൊടുക്കണം. ഏറ്റവും വലിയ സ്വതക്ക നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഭാര്യക്കാണ്. നീ കഴിച്ചാൽ നീ അവളെയും കഴിപ്പിക്കണം കേട്ടോ. നീ വസ്ത്രം ധരിച്ചാൽ അവളെയും നീ ധരിപ്പിക്കണം കേട്ടോ. നല്ല വസ്ത്രം, നമ്മള് വസ്ത്രം വാങ്ങി അടിച്ചു പൊളിച്ച് എപ്പോഴും ഇങ്ങനെ വസ്ത്രം വാങ്ങി, അവക്കും പിന്നെ വസ്ത്രം ആരും വാങ്ങിച്ചു കൊടുക്കും. നീ വസ്ത്രം വാങ്ങിക്കൊടു, നല്ല വസ്ത്രം വാങ്ങിക്കൊടു, നല്ല വസ്ത്രം, ഇസ്ലാമിക വേഷത്തോടുള്ള വസ്ത്രം വാങ്ങിക്കൊടു. പർദ്ദ തന്നെ വേണമെന്നില്ല, ഔറത്തും പറഞ്ഞു കിടക്കണം, അത്രേ ഉള്ളൂ. ഔറത്തും പറഞ്ഞു കിടക്കണം. ഇന്നെന്ന് പറഞ്ഞാല് ആണിന്റെ വേഷം പെണ്ണ് ധരിക്കുന്ന കാലഘട്ടമാണ്. ഭർത്താവിന്റെ ജീൻസ്, ഭർത്താവിന്റെ ടീഷർട്ട് അവളും ഇടും, അവളുടെ ജീൻസും ടീഷർട്ടും ഇവണ്ണും എടുത്തിടും. ഇവിടുത്തെ സിസ്റ്റം അങ്ങനെയാണ് അല്ലേ? ഭാര്യ ജീൻസ് ഇട്ടോട്ടെ, ടീഷർട്ട് ഇട്ടോട്ടെ, പക്ഷെ ഭർത്താവിന്റെ ബെഡ്റൂമിലായിരിക്കണം. അയാൾക്ക് കാണാൻ വേണ്ടിയിട്ട് അത് ഇട്ട് കൊടുക്കാം, അല്ല നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ടീഷർട്ടും പാൻറ്റും ഇട്ടുകൊണ്ട് പോയാൽ അത് ഇറുകിയ പാൻറ്റാണ്. 200 ഗ്രാം ഗ്രീസ് വേണം പെരട്ടി മേപ്പോട്ട് അത് കേട്ടണമെങ്കിൽ തന്നെ. ഇത് വലിച്ച് മേപ്പോട്ട് കയറണമെങ്കിൽ അത്രയ്ക്കും വേണം. അത് ഒന്നാമത് ഈ ഒരു ചാക്ക് പോലത്തെ സാധനം. ആണുങ്ങളിടുന്ന ഡ്രസ്സ് എന്നറിയോ? ഞാൻ കാസർഗോഡ് ഭക്ഷണം കഴിക്കാൻ പോയി വീട്ടിൽ നല്ല ഒരു ചെറുപ്പക്കാരൻ, അടുത്ത മാസം കല്യാണം, 2-3 കീറൽ. ഞാൻ ചോദിച്ചു
പഴയ പാൻറ്റൊക്കെ എടുത്തിട്ടതായിരിക്കുമല്ലോ ആഖിറത്തിലെ ഓർത്ത് സഹാബാക്കളൊക്കെ ഓർത്തിട്ട് പഴയ പാൻറ്റൊക്കെ അല്ല പാടത്തിരുന്ന നല്ല ഉസ്താദ് ഇപ്പോഴത്തെ ഒരു ഫാഷനാണ് ഇങ്ങനെ കീറാൻ. ഇവിടുന്ന് 3 കീറൊക്കെ 2 തുടയിലുമായിട്ട് അള്ള കാത്ത് നടുക്കൊന്നും കീറാതിരുന്നത്. അവിടെയും കൂടെ കീറൽ വന്നു കഴിഞ്ഞാൽ ഒടുക്കത്തെ കീറലായിരിക്കും സംഭവം. കാലം അങ്ങനെ അഭിവേ നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട, കീറിക്കോളൂ. ഇനി തന്നെ നോക്കോ, നീ തനിയെ കീറിക്കോളും. എല്ലാം കീറ 2000-3000 രൂപ കൊടുത്ത് ജീൻസ് വാങ്ങിയിട്ട് അവിടെ ഇവിടെ കീറിയിടുക. എന്താ ഉസ്താദ് നിങ്ങൾ ചിരിക്കാത്ത? അല്ല ഉസ്താദ് ഫിക്കറാക്കി ഇങ്ങനൊക്കെ കാലം ഉണ്ടോന്ന്. അദ്ദേഹം പട്ടാഴിയല്ല വേറെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. പെണ്ടാട്ടി ഇതിനകത്തുണ്ടല്ലേ? ഇതിന്റെ പണി തീർക്കാൻ ഉസ്താദിന് അതാ ഫിക്കർ. എങ്ങനെ ഇത് പണിഞ്ഞ് തീർക്കും എന്നുള്ളതാണ്. ആദ്യം കുടുംബം ഒന്ന് പണിഞ്ഞ് തീർക്കട്ടെ അല്ലേ? അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ബിൽഡിംഗ് പണിയണമെങ്കിൽ ആ വിഷയം വെക്കണം. കുടുംബജീവിതം വെച്ചിട്ട് ബിൽഡിംഗ് പണിയാൻ പറ്റില്ല. ബിൽഡിങ്ങിന്റെ പ്രഭാഷണത്തിന് അത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാം. തരും ആൾക്കാർ ഇൻഷാ അല്ലാഹ്. ഇതൊന്ന് പറഞ്ഞൊന്ന് തീർത്തോട്ടെ. സമാധാനപ്പെട്ട് സബൂറാക്ക്, ധൃതി പിടിക്കാതെ. ഇത് പറഞ്ഞത് കേട്ട് പ്രസിഡന്റ് അങ്ങോട്ട് പറ്റുന്നില്ല എന്നോ കുടുംബത്തിൽ ഇച്ചിരി പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഇത് ഇങ്ങനെ പറയുന്നത്. ചാപ്പാടൊന്നും മേടിച്ച് വല്ലപ്പോഴും ഷവർമ മേടിച്ച് കൊടുക്കണമല്ലോ. എന്താ കൊടുത്തൂടെ? പിന്നെ വല്ലപ്പോഴും മേടിച്ച് കൊടുക്കണം. അത് കൊടുക്കാത്തതിന്റെ വിഷമമായത്. ഇപ്പം പെട്ടെന്ന് ബിൽഡിംഗ് പണിയാനെല്ലാം കയറാൻ. നല്ല ഭക്ഷണമായി കൊടു, നല്ല വസ്ത്രമായി കൊടു പെണ്ണുങ്ങൾക്ക്. മുഖത്തടിക്കരുത് കേട്ടോ, പെണ്ണിന്റെ മുഖത്തടിക്കരുത്. ഇത്ര വലിയ വാക്കാ നബി ഇല്ലേ? അല്ലാഹുവിന്റെ റസൂൽ ഇത്ര ഇങ്ങനെയൊക്കെ ഭാര്യമാരോടുള്ള മഹത്വം, കടമ. എന്താ ഈ പറയുന്ന വാക്ക്? നമ്മുടെ കടമയാണ്. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല ഒരിക്കൽ നബിയുനാ റസൂലുള്ളാഹി തങ്ങളുടെ അരികിലേക്ക് കടന്നു വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ദഇർനൻ നിസാഉ അലാ അസ്വാജിഹിൻ. ചില സമയത്തൊക്കെ 2 പൊട്ടിയിൽ കൊടുത്തില്ലെങ്കിൽ ഇവള് ശരിയാവത്തുമില്ല. അങ്ങനെയുള്ള സാഹചര്യമുണ്ട്. അങ്ങനെയും പ്രശ്നങ്ങളുണ്ട്. എങ്ങനെ ഇതൊക്കെ സഹിക്കും? ഉമർ റളിയല്ലാഹു തആല നബി തങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട്, നബിയെ, ഈ പെണ്ണുങ്ങളെ ഭയങ്കരമായിട്ട് കയർത്ത് സംസാരിക്കുന്നു. ഒരു രക്ഷയുമില്ല, ഒരു രക്ഷയുമില്ല നബിയെ. ഒരു 2 അടി അടിക്കാൻ അനുവാദം തരണം. ഞങ്ങൾ പറഞ്ഞു നോക്കി നിൽക്കുന്നില്ല, പറഞ്ഞു നോക്കി നിൽക്കുന്നില്ല. ഞങ്ങളുടെ മേൽ, ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ മേൽ ഭാര്യമാര് കയർത്ത് സംസാരിക്കുന്നു ഹബീബേ. അതുകൊണ്ട് അടിക്കാൻ ഒരു അനുവാദം നൽകണേ റസൂലേ. ബഹുമാനപ്പെട്ട ഉമറാണ് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന് മറുപടി കൊടുക്കാതിരിക്കാൻ കഴിയൂല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടിക്കാൻ അനുവാദം കൊടുത്തു. ഫറഖസ ബിളർബിഹിൻ. അടിച്ചോളി. അങ്ങനെയൊക്കെ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ 2 പൊട്ടി കൊടുത്തോളി എന്നായി. അല്ലാഹ് ഉമറിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ അടി കിട്ടിയ സംഭവം എന്തായിരിക്കും? അടിയോടടി, അടിയോടടി. ഓരോരുത്തർ അളിയ അനുവാദം കിട്ടിയിട്ടുണ്ട്, പൊട്ടിച്ചു കോട്ടെ. ഇനി അവള് വല്ലതും പറഞ്ഞ മൂക്കാൻ പെട്ടെന്ന് നിൽക്കി നോക്കണം കൊടുത്തേരെ. എമ്മത്തി അവളിന് മിണ്ടി പോരുത്, അടിച്ചോളാൻ പറഞ്ഞു. അടിയോടടി. പാതിരാത്രി ഒരു 3 മണി സമയമായപ്പോ ലഖദ് ത്വാഫ ബിആലി ബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസാഉൻ കസീറുൻ യഷ്കൂന അസ്വാജഹുൻ. പാതിരാ കഴിഞ്ഞ സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിനെ വലയം ചെയ്തിട്ട് കുറെ സ്ത്രീകൾ കടന്നു വരികയാ. വനിതാ മാർച്ചാണ് കേട്ടോ. ആയിഷ ബീവി ഇറങ്ങി നോക്കുമ്പോ 80ഓളം വരുന്ന സ്ത്രീകൾ നബി തങ്ങളുടെ വീടിനെ വലയം ചെയ്തിരിക്കുന്നു. ആയിഷ ബീവിയോട് ആ സ്ത്രീകൾ പരാതി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളെ അടിക്കാൻ അനുവാദം കൊടുത്തതിന്റെ പേരിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ ഞങ്ങളെ മാരകമായി അടിക്കുകയായി. അടി അങ്ങ് തന്നെ അടി. 80 പെണ്ണുങ്ങൾ വന്ന് രാത്രി പരാതിയായിട്ട്. അന്ന് തന്നെ രാത്രി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മിമ്പറിൽ കയറിയിട്ട് പറഞ്ഞു, ലൈസ ഉലൈക ബിഖിയാരിഹിം. പെണ്ണുങ്ങളെ അടിക്കുന്നവർ നല്ലവരെ അല്ല. അതുകൊണ്ട് വലാ തദ്രിബിൽ വജ്ഹ. നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ അടിക്കരുതേ, അടിക്കരുതേ. ആരായി ലോകത്ത് പഠിപ്പിച്ചു കൊടുക്കുന്നത്? അതാ ഇപ്പൊ നിലവിലുള്ളത് കേട്ടോ. അടിക്കണം എന്നുള്ളത് കട്ട് ചെയ്ത് കളഞ്ഞു നബി തങ്ങൾ. ഇനി അടിക്കാൻ പാടില്ല എന്നാക്കി.
അടിക്കാൻ പാടില്ല. ഇനി അടിക്കാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. അതെപ്പോഴാണ്? അതാണ് ഈ പെണ്ണുങ്ങൾ നമ്മൾ പെട്ടെന്ന് ഒറ്റയടിക്ക് തലാക്ക് ചൊല്ലാൻ പാടില്ല. ഈ 3 തലാക്കൊക്കെ നിരോധിച്ചല്ലോ ഗവൺമെന്റ്. ഈ 3 തലാക്ക് ചൊല്ലാൻ ആരാ പറഞ്ഞ? അല്ലെങ്കിൽ ഒറ്റ തലാക്കേ ചൊല്ലാവും. ഈ ഒറ്റ തലാക്ക് ചൊല്ലുമ്പോൾ 3 മാസം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവൾ തലാക്ക് ചൊല്ലി ഇവളുടെ പുറയ്ക്ക് വീട്ടിൽ പോയിട്ട് ഈ 3 മാസത്തിനുള്ളിൽ ഇവൾക്കൊരു മാറ്റം സംഭവിച്ചാൽ നിക്കാഹ് കഴിഞ്ഞ് നിക്കാഹ് ഒന്നുകൂടെ പുതുക്കിയിട്ട് 3 മാസം കഴിഞ്ഞാൽ നിക്കാഹ് പുതുക്കിയിട്ട് ഇവളെ വീണ്ടും നമുക്ക് തന്നെ സ്വീകരിക്കാം. ഇനി 1 മാസം കഴിഞ്ഞ് എൻ്റെ ഇക്ക എന്നെ തലാക്കിയല്ലോ ഉടച്ചവനെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കും, മെസ്സേജ് വിടും, വാട്സപ്പിലൂടെ ഞാൻ ഇനി അങ്ങനെ ചെയ്യത്തില്ല, എന്നെ എങ്ങനെ രക്ഷപ്പെടുത്തിന് മേല അങ്ങനെ എങ്ങാനും ഒരു മാറ്റം അവർക്ക് ഉണ്ടായാൽ തിരിച്ചെടുക്കാം. 3 മാസത്തിനുള്ളിൽ തിരിച്ചെടുക്കാം. പ്രജാത്തുക്കി നിന്നെ ഞാൻ മടക്കിയെടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അവളുമായിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടാൽ മതി. 3 മാസം കഴിഞ്ഞാൽ ഒന്ന് നിക്കാഹ് തജ്ദീദ്. 3 മാസം കഴിഞ്ഞു, 3 തുഹർ കഴിഞ്ഞു, അവൾക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇനിയില്ല, എനിക്ക് ഇനി വേറെ ആരും ഇല്ല, ഇനി ആരും എന്നെ ഏറ്റെടുക്കാനില്ല, ഇക്ക തന്നെ എന്നെ ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ മറ്റൊരാൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ നിക്കാഹ് നടത്തിയിട്ടെടുക്കാം. അതുകൊണ്ട് ഒറ്റയടിക്ക് 1, 2, 3 പറഞ്ഞാൽ പോയി, സംഭവം പോയി, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. പിന്നെ വേറെ ആൾ കല്യാണം കഴിച്ച ആൾ ഒഴിവാക്കണം. അങ്ങനെയൊക്കെയാണ് നിയമം. അതുകൊണ്ട് ഒറ്റ തലാക്ക് ചൊല്ലാവും. അതെപ്പോഴാ തലാക്ക് ചൊല്ലുന്നതിന് 3 ഓപ്ഷൻ ഉണ്ട്. അത് ഒറ്റയടിക്ക് നമ്മൾ ചൊല്ലാൻ പാടില്ല. വല്ലാത്തീ തഖാഫൂന നുശൂസഹുൻ ഫഇളൂഹുൻ വഹ്ജുറൂഹുന്ന ഫിൽ മളാജിഅ വൾറിബൂഹുൻ فإن أطعنكم فلا تبغوا عليهن سبيلا. അനുസരണക്കേട് കാണിക്കുന്ന പെണ്ണുങ്ങളോട് നിങ്ങളുടെ നിലപാട് എന്താകണമെന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഭർത്താക്കന്മാരെ അനുസരിക്കാതെ കയർത്ത് സംസാരിക്കുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ അവളുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് നിലപാടെടുക്കേണ്ടതെന്ന് ഖുർആൻ പറയുകയാണ്. ഒറ്റയടിക്ക് അവിടെ മുഖത്ത് നോക്കി 1, 2, 3 നിന്നെ തലാക്ക് ചൊല്ലിയിരിക്കുന്നു എന്ന് പറയല്ലേ. ഒന്നാമത്തെ പടിയായി അവളെ നിങ്ങളൊന്ന് ഉപദേശിക്കണം കേട്ടോ. നീ എന്താ ഇങ്ങനൊക്കെ ചൂടാവുന്നത്? ഇതൊക്കെ പാടുണ്ടോ? നിന്റെ കെട്ടിയവനല്ലേ ഞാൻ? നമുക്ക് 2-3 മക്കളില്ലേ? ഈ കിടന്ന് എന്തെന്ന് ഈ ബേളം വെക്കുന്നത്? നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ പോരെ, നമുക്ക് തമ്മിൽ ചർച്ച ചെയ്ത് തീർത്താൽ പോരെ. നീ എന്തിനാ അയൽക്കൂട്ടത്തിൽ പറയാൻ പോകുന്നത്? നീ എന്തിനാ അവിടുത്തെ വാർഡ് മെമ്പറിന്റെ അടുത്ത് പറയാൻ പോകുന്നത്? നീ എന്തിനാ അവിടെ പോയിട്ട് മറ്റേ തൊഴിലുറപ്പുകാരുടെ അടുത്തൊക്കെ പറയാൻ പോകുന്നത്? എന്തെങ്കിലും വിഷയം എൻ്റെ അടുത്ത് പറഞ്ഞാൽ പോരെ. ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒറ്റ റൂമിൽ ഇരുന്ന് തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. അതാണ് ഉപദേശിക്കണം. ഭർത്താവ് ഉപദേശിക്കണം, അവളെ ഉപദേശിക്കണം. അത് സംഭവിച്ചു പോയി മച്ചാനെ, ഇനി ഞാൻ അങ്ങനൊന്നുമില്ല, ഇൻഷാ അല്ലാഹ്. അതറിയാതെ അന്ന് മച്ചാടെ ദേഷ്യം കണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയതാണ്, ഇനി അങ്ങനെ ഇല്ല. മാറി കിട്ടി, രക്ഷപ്പെട്ട്. അല്ലെങ്കിൽ ഒന്നാമത്തെ പടി അവളെ ഉപദേശിക്കുക, അതിലവൾ മാറുന്നില്ല. മാറിക്കിടക്കണം, വീട്ടിൽ നിന്ന് മിണ്ടാതെ മാറിക്കിടക്കണം. വീട്ടിൽ തന്നെ നിൽക്കണം, പക്ഷെ മിണ്ടരുത് അവളെടുത്ത്. ഇന്നത്തെ കാലത്ത് അല്ലാഹ് വേണ്ടിയില്ല, അത്രയും നല്ലത്. അടുത്ത റൂമിലെങ്ങാനും കിടക്കാൻ സൗകര്യം കിട്ടിയാൽ ചാറ്റാൻ നല്ല സൗകര്യം. എൻ്റെ മച്ച ഇങ്ങനെ തന്നെ കിടക്കണേ അല്ലാഹ്. എല്ലാ ദിവസവും ഞാൻ നേരത്തൊക്കെ പട്ടാഴി പള്ളിക്ക് വേണ്ടി അപ്പുറത്തെ റൂമിൽ തന്നെ കിടക്കണം, ഞാൻ ഇപ്പുറത്തെ റൂമിൽ കിടന്നോളാം. എന്തൊരു സുഖമായി പോയി. വീട്ടിൽ വെച്ച് മിണ്ടാൻ പാടില്ല. മിണ്ടാതിരിക്കും. അല്പമെങ്കിലും സ്നേഹമുള്ള പെണ്ണാണെങ്കിൽ എൻ്റെ ഇക്ക എന്നോട് മിണ്ടുന്നില്ലല്ലോ, ആ വിഷമം പ്രയാസം കൊണ്ട് ഇക്കയോട് ഇങ്ങോട്ട് വന്ന് മിണ്ടും. ഇങ്ങോട്ട് വന്ന് വേണം മിണ്ടാൻ. അതാണ് നിയമം. അങ്ങനെയാണ് പെണ്ണുങ്ങൾ. ഒരുപാട് പറയാനുണ്ട്. അതൊക്കെ അങ്ങോട്ട് കയറിയാൽ കുറച്ച് പോകും. പ്രസിഡന്റ് കട്ട പണിയാൻ വേണ്ടി നിൽക്കുകയാണ് സംഭവം. അപ്പോൾ ഒരുപാട് പറയണ്ട. പെണ്ണുങ്ങളെ അങ്ങോട്ട് നമ്മൾ ഭർത്താവ് ഒരു ഭാര്യ അടിച്ചു, ഭർത്താവ് ഒരു ഭാര്യയെ അടിച്ചു, അല്ലെങ്കിൽ ഭാര്യ ഒരു ഭർത്താവിനെ അടിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 2 പേരും വഴക്കുണ്ടായെങ്കിൽ സ്വർഗത്തിൽ പോകുന്ന പെണ്ണാണ് സ്വർഗസ്ത്രീയായ പെണ്ണാണെങ്കിൽ എത്ര വലിയ വാക്കായത്! എന്താ ഇത് കേട്ടോ? ഇന്നൽ മർഅത ഇദാ ദതൗദീത്
ഒരു പെണ്ണ് നമ്മുടെ ഭാര്യയെ നമ്മൾ വേദനിപ്പിച്ചു എന്നിരിക്കട്ടെ, അടിച്ചു എന്നിരിക്കട്ടെ, വഴക്കുണ്ടായി എന്നിരിക്കട്ടെ, ഭാര്യയുടെ വീട്ടിലാണ്, ഭർത്താവിന്റെ വീട്ടിലാണ്, രണ്ടുപേരും രണ്ട് ഭാഗത്താണ് താമസിക്കുന്നത്. മോളെ, പെങ്ങളെ, നിനക്ക് സ്വർഗത്തിൽ പോണോ? അള്ളാന്റെ റസൂല് പറയുന്ന ഒരു വഴി ഞാൻ ഇതാ നിങ്ങൾക്ക് പറഞ്ഞു തരാം. തന്റെ ഭർത്താവിൽ നിന്ന് ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാക്കി സ്വന്തം വീട്ടിലേക്ക് പോയി നിൽക്കുന്ന പെണ്ണെ, ഡിവോഴ്സ് ചെയ്തിട്ടില്ല, വിവാഹബന്ധം വേർപെടുത്തിയിട്ടില്ല, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ള ഭാര്യയാണെങ്കിൽ അതത് സൗജഹാ, തന്റെ ഭർത്താവിന്റെ അരികിലേക്ക് അവൾ മടങ്ങി വന്നുകൊള്ളട്ടെ. ഹത്താ തലയദഹാ ഫീ കഫിഹി, അവളുടെ കൈ ഭർത്താവിന്റെ കൈയോട് ചേർത്ത് പിടിച്ചിട്ട് ഫതഖൂലു, അവൾ പറയണം, ലാ അദൂഖു ഗംളൻ ഹത്താ തർളാ, മച്ചാ, ഇക്കാ, നിങ്ങൾ എന്നോട് മിണ്ടുന്നത് വരെ, എന്നോട് തൃപ്തിപ്പെടുന്നത് വരെ ഞാൻ തിന്നൂല, ഞാൻ കുടിക്കൂല, ഞാൻ കഴിക്കൂല, ഞാൻ കുളിക്കൂല, കേട്ടോ. അത്ര വലിയ സ്നേഹം. എന്റെ അടുത്ത് മിണ്ടണം, പൊരുത്തം തരണം. ഇനി എന്റെ അടുത്ത് മിണ്ടിയില്ല എങ്കിൽ ഞാൻ തിന്നൂല, ഞാൻ കുളിക്കൂല, കുടിക്കൂല, ഉറങ്ങൂല, ഒന്നും ചെയ്യൂല. എന്റെ അടുത്ത് മിണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവള് പോയിട്ട് അയാളുടെ കൈക്ക് പിടിക്കണമെന്നാണ്. അല്ല, ഇയാൾ അങ്ങോട്ട് പോലല്ല വേണ്ടത് നിയമം. എല്ലാം വാശിയാണ്. അവൾ ഇങ്ങോട്ട് വരട്ടെ നോക്കട്ടെ, ഇവൻ അങ്ങോട്ട് വരട്ടെ നോക്കട്ടെ. ഇതൊന്നും അല്ല. ഒന്നി അങ്ങോട്ട് പോയി അല്ലെങ്കിൽ ഇങ്ങോട്ട് വരും. നിങ്ങൾ അങ്ങോട്ട് പോകാനും അവൾ ഇങ്ങോട്ട് വരാനും തയ്യാറല്ല, ആരെങ്കിലും പിടിച്ചോണ്ട് പോകും. പിന്നെ അവസാനം പോയിട്ട് പരാതി കൊടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് നേരത്തെ വിളിച്ചോണ്ട് വന്ന് കൈയെല്ലാം പിടിച്ചിട്ട് സന്തോഷത്തെ. അതിനാണ് ഭാര്യയും ഭർത്താവും കൈകൾ തമ്മിൽ ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞത്. ഇദാ ഖദത് ബികഫിഹാ തസാഖതത് ദുനൂബുഹുമാ ബിഖിലാലി അസാബിഹിമാ. ഭാര്യയും ഭർത്താവും കൈകൾ തമ്മിൽ ചേർത്ത് പിടിക്കണമെന്ന് പറഞ്ഞത് അള്ളാന്റെ റസൂല് പറഞ്ഞത്. അങ്ങനെ പിടിച്ചാൽ അവരുടെ കൽബുകൾ അടുക്കും കേട്ടോ, അവരുടെ ഹൃദയങ്ങൾ അടുക്കും കേട്ടോ, അവരുടെ വിരലുകൾക്കിടയിലൂടെ പാവങ്ങൾ കൊഴിഞ്ഞു പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതാണ് ഭാര്യ ഭർത്താക്കന്മാർ. വാള് കഴിഞ്ഞ് പോകുമ്പോ നമ്മുടെ ഭാര്യയുടെ കൈക്ക് പിടിച്ചിട്ട് പോകണം, മാറിപ്പോരുത് കേട്ടോ. പോകുമ്പോ ഇൻഷാ അല്ലാഹ് അങ്ങനെ കൈക്ക് ചേർത്ത് പിടിച്ചിട്ട് പോകണം. അങ്ങനെങ്കിലും ഒന്ന് പിടിക്കേ. പണ്ട് നമ്മൾ കല്യാണം കഴിഞ്ഞ് 2 വർഷം എന്തുവായിരുന്നു, പിടിച്ചോണ്ട് പോകുള്ളൂ, ഒരുമിച്ച് ഇരിക്കുള്ളൂ, ബൈക്കിലെ കൊണ്ടുപോകുള്ളൂ, ഐസ്ക്രീം അങ്ങോട്ട് കൊടുക്കല്, ഇങ്ങോട്ട് കൊടുക്കല്, കുടിച്ചതിന്റെ ബാക്കി അങ്ങോട്ട് കൊടുപ്പ്, ഇങ്ങോട്ട് കൊടുപ്പ്, അവിടെ ഉമ്മ, ഇവിടെ ഉമ്മ. ഇപ്പം ദൂരെ വേണമെങ്കിൽ പിടിച്ചാൽ മതി. ഇപ്പൊ ഇല്ല, മറ്റേ പോകുമ്പോ ഒരുമ്മ, വരുമ്പോ ഒരുമ്മ. ഇപ്പൊ അതൊന്നും ഇല്ല. ഓൾഡ് ആയില്ലേ, ഇപ്പൊ ന്യൂജി ഓജി ആയി സംഭവം. 5Gയുടെ കാലഘട്ടമാണ് ഇപ്പൊ. അങ്ങനെയാണ്. അതുകൊണ്ടാണ് നബിതങ്ങൾ പറഞ്ഞത് കൈക്ക് കയറി പിടിക്കണമെന്ന്. നമ്മൾ എത്ര നാളായി പിടിച്ചിട്ട്? അപ്പൊ നമ്മൾ പിടിക്കും കൈക്ക്, അടിക്കാൻ വേണ്ടി, അതിനുവേണ്ടി പിടിക്കും. ആ പിടിയല്ല നബിതങ്ങൾ പറഞ്ഞത്, സ്നേഹത്തോടെ പിടിക്കണം. വാ അമീന, നീ എന്തിനീ വിഷമിക്കുന്നത്, നിനക്ക് ഞാനില്ല, സ്റ്റിൽ ഐ ലൈക്ക് യു. ഈ ഒരു വാക്കാണ് പെണ്ണുങ്ങൾക്ക് ഏറ്റവും വലിയ ഇഷ്ടം. ഞാനില്ല നിനക്ക്, നീ എന്തിനു വിഷമിക്കുന്നത്? നിന്റെ വാപ്പ എന്നെ വഴക്ക് പറയട്ടെ, എന്റെ ഉമ്മ എന്നെ വഴക്ക് പറയട്ടെ, ഞാൻ നിനക്കില്ല, പിന്നെ നീ എന്തിനാ പിടിക്കുന്നത്? ബാ, അങ്ങനെ ചേർത്ത് പിടിക്കുക. അതാണ് നബിതങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അതാണ് ഒരു പെണ്ണിനും ഇഷ്ടം. അല്ലാതെ ചുമ്മാ ലൈംഗിക ബന്ധം മാത്രമൊന്നുമല്ല, സ്നേഹമാണ് പെണ്ണിന് ആവശ്യം. സ്നേഹിക്കണം, അതാണ് വേണ്ടത്. സംസാരിക്കണം.